കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാരമാണ് തയ്യാറാക്കാൻ പോണത്. അതും കുക്കുംബർ സംഭാരം. ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ പൊതുവെ എല്ലായിടത്തും ചൂട് കൂടുതലും, മുംബൈയിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ നാളെ തൊട്ട് മഴ പെയ്യുമെന്നൊക്കെ കേട്ടു, അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ചൂട് കാലത്ത് കുടിക്കാൻ പറ്റുന്നൊരു സംഭാരമാണ്. പക്ഷേ തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കരുത്. കാരണം ഈ സലാഡ്, വെള്ളരിയും തൈരും തണുപ്പാണ്. രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പ് പിടിക്കും. അതുകൊണ്ട് തണുപ്പ് സമയങ്ങളിൽ ഇത് ഒഴിവാക്കുക. നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് സലാഡ് വെള്ളരി, നമ്മൾ സലാഡൊക്കെ അരിയാൻ എടുക്കുന്ന വെള്ളരിക്ക ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. നമ്മൾ മറ്റേ സാമ്പാറിലൊക്കെ ഇടുന്ന നമ്മുടെ കത്തിരിക്ക, എന്താ പറയുക, കത്തിരി, വെള്ളരിക്ക ഉണ്ടല്ലോ പച്ചടിയൊക്കെ വയ്ക്കാനായിട്ട്, അതല്ല, ഇത് സലാഡ് വെള്ളരി. പിന്നെ ഒരു കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, അതിനെ 4 പൊളിച്ചിട്ടേക്കാണ്. കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എരിവനുസരിച്ചിട്ട് എടുത്തോളൂ. പിന്നെ ഓപ്ഷണലാണ് മല്ലിയിടയിലയും ജീരകം. അപ്പോൾ അതിനൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയോളൂ. പിന്നെ ഇതിനകത്ത് നാരങ്ങയുടെ, നല്ല നാടൻ സംഭാരമാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ഇലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം. അതിന് ശേഷം ആവശ്യത്തിന് തൈര് ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. മല്ലിയിടല, ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ സ്പൂണ്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ കാക്കടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ അരച്ചിട്ട് വരാം. ഞാനിങ്ങനെ ഇതിനടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി തൈര് ആവശ്യത്തിന് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചിടുക. ആവശ്യത്തിന് പൂണ്ടും ചേർക്കുക. ഒരു പക്ക നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ സാധാരണ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിടുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത്. നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും അരിക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് അങ്ങനെ തന്നെ കുടിക്കാം. കാരണം എരിവ്, പച്ചമുളകിൻ്റെ എരിവ് അരക്കണോണ്ട് തന്നെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം ഇടേണ്ട ആവശ്യമില്ല. പച്ചമുളക് നമ്മുടെ കയ്യിലിരിക്കുന്ന മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ സംഭാരം, കുക്കുംബർ സംഭാരം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.